പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് iQOO പുറത്തിറക്കുന്നവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണായ iQOO Neo 7ൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം യൂട്യൂബ് ടേംസ് നോക്കുകയാണെങ്കിൽ കീവേഡ് അനുസരിച്ച് ഒരുപാടധികം മലയാളികളും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൽ കാര്യമുള്ളൂ. ഒരുപാട് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. എന്തായാലും ഇനി മുതൽ ഡെയിലി വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. സോ ഇതാണ് നമ്മുടെ iQOO Neo 7ൻ്റെ ബോക്സിംഗ് പാക്കേജ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. ഇതാണ് നമ്മുടെ iQOO Neo 7. നമുക്ക് സൈഡിലിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടോപ്പ് സൈഡിലായിട്ട് ടോപ്പ് സൈഡിലൊന്നും വെക്കാതെ തന്നെ നമുക്കൊരു സിലിക്കൺ കേസ് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു 120 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കാണാനായിട്ട് പറ്റും. ഇത് വിവോയുടെ തന്നെ 120 വാട്ട്സിൻ്റെ ചാർജറാണ്. ടൈപ്പ് സി ടു ടൈപ്പ് സി വരുന്ന ഒരു ചാർജറാണത്. സോ ഈ ഒരു ചാർജർ വളരെ ഫാസ്റ്റായിട്ട് കയറുന്ന ചാർജറാണ്. ഓൾറെഡി നമ്മുടെ പല വീഡിയോയിലും iQOOൻ്റെയും വിവോയുടെ സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോയിലും ഈ ഒരു ചാർജർ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 120 വാട്ട്സിൻ്റെ ചാർജ് 8 മിനിറ്റ്സ് മതി ഫുൾ 100% ചാർജ് ചെയ്യാനായിട്ടും ഈ ഒരു ചാർജർ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. സോ നല്ല വെയിറ്റ് ഉള്ളൊരു ചാർജറാണ് കേട്ടോ. സോ നല്ല വെയിറ്റ് ഉള്ളൊരു ചാർജറാണ്. ഇത് 120 വാട്ട്സ് ആണ്. അതാണ് ഇത്രയ്ക്ക് വെയിറ്റ് വരുന്നത്. സോ ഒരു ചാർജറും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോക്സിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഒരു കേബിളും കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തതിന് ശേഷം സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. സോ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു റാപ്പിങ്ങിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. സോ സ്മാർട്ട് ഫോൺ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പണ്ടിട്ടൊരു വീഡിയോ ഉണ്ട് iQOOൻ്റെ വേറൊരു സ്മാർട്ട് ഫോണിൻ്റെ. അതിൽ വന്ന സെയിം ബ്ലൂ കളർ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ലെതറി ടെക്സ്ചർ പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എവിടേക്കോ വിവോയുടെ ഫോൾഡ് വന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഡിസൈൻ സർക്കിളിൽ കണ്ടപ്പോൾ എനിക്ക് വിവോയുടെ ഫോൾഡ് സീരീസിൽ വന്ന ആ ഒരു സെയിം ഡിസൈനായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പാറ്റേൺ ഈസ് ഡിഫറെൻറ്റ്. ആൻഡ് ഫ്ലാഷ് ലൈറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയ ഒരു 2 മെഗാ പിക്സലിൻ്റെ ക്യാമറ കാണാനായിട്ട് പറ്റും. ടോട്ടലി 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറും 8 മെഗാ പിക്സലിൻ്റെ വേറൊരു അൾട്രാവൈഡ് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറാണ് നൽകിയിട്ടുള്ളത്. തൊട്ട് താഴെ തന്നെ ഫ്ലാഷിൻ്റെ സൈഡിലായിട്ട് നിയോയുടെ ഒരു കവറിങ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ സൈഡിലായിട്ട് നിയോ ഒന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. OSAI ക്യാമറ എന്നാണ് നമുക്ക് ആ ഒരു താഴ്ഭാഗത്തായിട്ട് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലാഷിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു ക്യാമറ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് ടെക്സ്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലെതറി ഫിനിഷാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ iQOOൻ്റെ അതിലുള്ള പോലെ തന്നെയാണ് ടെക്സ്ചർ. സൈഡ് ബൈ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് വ്യൂ അല്ല കൊടുത്തിട്ടുള്ളത്. ഒരു കിഡിലൻ സ്ലിമ്മി ഡിസൈനാണ്. ആൻഡ് ഇപ്പോൾ കറൻറ്റ്ലി ഇത് ആൻഡ്രോയിഡ് 13ലാണ് റൺ ആവുന്നത്. ഒറിജിൻ OSൻ്റെ 13 ഓഷൻ എന്ന് പറയുന്ന ഒരു വെർഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ വൈകാതെ തന്നെ ഇവന്മാർ ഫൺ ടച്ച് OS ഇട്ട് നമുക്ക് തന്നോളും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലാണ്. 6.78 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 12 GB റാം കൊടുത്തിട്ടുണ്ട്. 512 GB ഇന്ത്യയിലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 9000+ ഒരു 4 നാനോമീറ്റർ പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. ആൻഡ് ഈ ഒരു റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് റിവ്യൂ വീഡിയോ ആണ്. ഇതിൻ്റെ ഗെയിമിംഗ് വീഡിയോ, ക്യാമറ റിവ്യൂ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു റിവ്യൂ വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള യൂട്യൂബേഴ്സ് ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. സോ നമ്മുടെ അണ്ണന്മാരെ കിട്ടാൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ വീഡിയോസ്. സോ അതേപോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. മണ്ണിൽ നിന്ന് സൈനിങ് ഓഫ്. പിന്നെ കാണാണ്ട തമ്പികളെ.